ഹലോ, ഇന്നൊരു സവാള റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ആയിട്ട് കണ്ടതാണ്. കണ്ടപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ദേ സവാള എടുത്ത് നീളത്തിൽ അരിഞ്ഞു കേട്ടോ. ഇച്ചിരി കട്ടിയിലാണ് കേട്ടോ അരിയേണ്ടത്. അത് കഴിഞ്ഞ് ദേ പച്ചമുളക് എടുത്തു. പച്ചമുളകും നടുക്ക് കൂടെ കീറിയിട്ടു കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. വലിയ പണിയൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. അങ്ങനെ അരിഞ്ഞു വച്ചേക്കുന്ന സവാളയും പച്ചമുളകും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി, ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കുക. എന്നിട്ട് ദേ നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കണം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുപ്പത്ത് ഞാനൊരു ചീഞ്ചട്ടി വെച്ചു. ചീഞ്ചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇടണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ ആ ഫ്ലെയിം ഒന്ന് കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ അതിലേക്ക് കാശ്മീരി മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ഇടണം. പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ അതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉലുവപ്പൊടി ഇടുക, കായപ്പൊടി ഇടുക. നമ്മൾ അച്ചാർ ഉണ്ടാക്കൂലേ അതുപോലെയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് പൊടികൾ ഇട്ട് കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകാണ്ട് നോക്കണം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം ഇളക്കിക്കൊണ്ടിരിക്കാൻ. അതെല്ലാം കഴിഞ്ഞതേ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സവാള അതിലിട്ടതേ ഒന്ന് പുരട്ടിയെടുക്കുക. എന്നിട്ട് ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്യണം കേട്ടോ. ഇത് ചീഞ്ചട്ടിയിൽ ആ ചൂട് കൊണ്ടാണ് കേട്ടോ പിന്നെ വരട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ പുളിയൊക്കെ നോക്കുക. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സാധനം റെഡി ആയിട്ടോ. അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.